രാവിലെ തന്നെ അമ്പലത്തിലോട്ടൊന്ന് പോയി കേട്ടോ. അമ്പലത്തിൽ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നേരത്തെയൊക്കെ അത് സമയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ താമസിച്ചതുകൊണ്ടാണോന്ന് അറിയത്തില്ല, നേരത്തെ ഈ സമയത്തൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്തോ പറ്റിയെന്ന് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും വന്ന് തൊഴുതു. എല്ലാവരും നല്ല ഒരു അന്തരീക്ഷം കേട്ടോ അവിടെ. നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ആലും കുളവും ഒക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ വന്ന് തൊഴുതപ്പോൾ ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടി. അങ്ങനെ അമ്പലത്തിലെ ദൈവങ്ങളോടൊക്കെ പരാതിയും പരിഭവമൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തി തരണേന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് അമ്പലക്കുളം കേട്ടോ. അതിൽ നല്ല പടവുകളും നല്ല ഇത് നേരത്തെ ഇത്രയും ഇല്ലായിരുന്നു. ഇപ്പം പുതിയതായിട്ട് അവർ പണിഞ്ഞതാണ് അതെല്ലാം കേട്ടോ. ഇതാ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വന്ന് അതിന് ചുറ്റും ഇങ്ങനെ വിളക്കൊക്കെ വെത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഉത്സവത്തിനൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല രസമാണ് അന്നേരം കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗവേഷണത്തിന് അതുവഴിയൊക്കെയാണ് വരുന്നത്. നെല്ലല്ല, നമ്മുടെ തെങ്ങിൻ്റെ ഒക്കെ ഗവേഷണമുണ്ട്, അതിൻ്റെ അതുവഴിയാണ് വന്നത്. അങ്ങനെ ഹൈവേ കയറി. ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് യൂട്ടേൺ അടിച്ച് വേണം വരാൻ, ഒന്ന് കറങ്ങി വേണം വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കറങ്ങി ഇവിടെ വെച്ച് തിരിയാനായിട്ട് ഞാൻ പോയച്ചു. പക്ഷേ ഇവിടെ അല്ലായിരുന്നു. ഇവിടെ തിരിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് 8ൻ്റെ പണി കിട്ടിയേനെ, ഞാൻ ചെന്ന് കുഴി വീണേനെ. അങ്ങനെ ഇച്ചിരി കൂടെ മുന്നോട്ട് പോയി തിരിഞ്ഞു വന്നപ്പോൾ ഇതാണ് കാർട്ടൂൺ ശങ്കർ, അറിയത്തില്ലേ, കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ ആ ഒരു സ്മാരകമായിട്ട് പണിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അവിടെ കുറേ പണികൾ നടക്കുന്നുണ്ട്, നമുക്ക് അകത്ത് കയറി കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കൃഷ്ണപുരത്താണ്. അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. കൊട്ടാരമുണ്ട്, അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കൂള് കാണിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ചൈത്രയോട് പറഞ്ഞ് ഞാൻ എൻ്റെ സ്കൂള് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ സ്കൂളിൻ്റെ അതുവഴിയാണ് വരുന്നത്. പോയതാണ്. അപ്പോൾ അവിടെ ഒരു ആ തിരുമേനിമാരുടെ കുടുംബത്തിലാണ്, അവർക്കാണ് പൂജിക്കാൻ അവകാശമുള്ളൊരു, അത് അവരുടെ കുടുംബം കൊണ്ടാണ് കുടുംബാമ്പലം. അപ്പോൾ അത് ഓരോരുത്തർക്കും മാറ്റമുണ്ട് ഇങ്ങനെ, ഇത്ര നാൾ കഴിയുമ്പോൾ അടുത്ത ആൾ. അപ്പോൾ അവരുടെ സൗകര്യം അനുസരിച്ച് അടുത്ത ആൾ വന്നപ്പോൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി തുറക്കുന്നതും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അടച്ചിട്ട് പോയി. അപ്പോൾ അടുത്ത കടയിൽ ചോദിച്ചു. അവിടെ പിന്നെ ഇനി ഒരു ദിവസം വരാം, അന്നേരം തുറന്ന് കാണാൻ പറ്റും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പോയല്ലോ എന്നൊരാശ്വാസം. അവിടെ ആരുടെയും നമ്പറില്ലായിരുന്നു, അല്ലെങ്കിൽ വിളിച്ച് വെച്ചിട്ട് പോയാൽ മതി. ഞാൻ പഠിച്ച സ്കൂള് കാണണോ? ആയില്ല. പരിശീലിച്ച് എൻ്റെ ഡ്രൈവിങ് ഞാൻ എങ്ങനെയാണ് ഓടിക്കാൻ തുടങ്ങിയെന്നുള്ള ഒരു വീഡിയോ ഇടാം. അതായത് ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ലാന്ന് കരുതിയ കാര്യം. കാരണം ഒന്നും എനിക്ക് വലിയ പൊക്കമില്ല. എടുക്കുന്നുണ്ടോ? വലിയ പൊക്കമില്ല. അപ്പം 150 കഷ്ടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ കാലെത്തുമോ, അങ്ങനെയൊക്കെയുള്ളൊരു കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഇത് തന്നെ എനിക്ക് തന്നെ തോന്നിയിരുന്നു. പക്ഷെ എൻ്റെ ഈ കുട്ടൻ എന്നെ സഹായിച്ചു. അവൻ എൻ്റെ വാശി നടപ്പാക്കി തന്നു. അങ്ങനെ ഞാൻ എവിടെയൊക്കെ കൊണ്ട് ഇടിച്ചിട്ടുണ്ടെങ്കിലും ക്ഷമിച്ചു. ഇടിച്ച സ്ഥലങ്ങൾ കാണിച്ചു തരാം. അതൊക്കെ വെച്ചൊരു പോസ്റ്റ് വരെ ഇടിച്ചിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക് പോസ്റ്റ് മാത്രം ഇടിച്ചിട്ടില്ല. മതില് മുള്ളുവേലി ഇടിച്ചിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെ പോകുമ്പോഴാണ് സ്കൂൾ. ഇതല്ല ഞാൻ വന്നുകൊണ്ടിരുന്ന വഴിയൊന്നും ഇതല്ല, ഇത് വേറെ വഴിയാ. സ്കൂള് കാണിച്ചു തരാം. സ്കൂൾ ഇപ്പോഴും അവിടെ ഉണ്ടോ? പിന്നെ വലിയ സ്കൂൾ, അവിടെ ഹയർ സെക്കൻഡറി ഒക്കെ വന്നു. നേരത്തെ 10 വരെ ഉള്ളായിരുന്നു, ഇപ്പൊ ഹയർ സെക്കൻഡറി വന്നു. സ്കൂള് കാണിച്ചു തരാം. സ്കൂളിന്റെ ഇപ്പോഴത്തെ ഒരു ട്യൂട്ടോറിയം ഉണ്ടായിരുന്നു. ഇപ്പൊ ട്യൂട്ടോറിയം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പണ്ടൊക്കെ അറിയാം, 90s ഉള്ളവർക്ക് അറിയാം. ട്യൂഷൻ സെന്റർ. ചാടല്ലേ, ഓടല്ലേ. ഇപ്പൊ കൊറേ അഭ്യാസങ്ങള് കൈവിട്ട് ഓടിക്ക. ഇല്ല, അങ്ങനെ അത്ര വലിയ അഹങ്കാരമൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്താണെന്നറിയാം, ഇത് തെറ്റാ. എപ്പോഴും നമ്മൾ വണ്ടിയെ ബഹുമാനിച്ച് തന്നെ വേണം ഓടിക്കാൻ. കാരണം
ശരിയാണ്, ഞാൻ എൻ്റെ ദേഷ്യമൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവൻ എൻ്റെ ദേഷ്യം മനസ്സിലാക്കി. നാളെ എനിക്ക് ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് പോവായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മാക്സിമം നമ്മൾ നോക്കും പോവായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇവനെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനാണ്. അതെ, ഇവൻ എൻ്റെ കുട്ടനാ, എൻ്റെ മോനാ. അപ്പൊ ഞങ്ങളൊക്കെ ആരാ? നിങ്ങളെ പെൺമക്കള്. എൻ്റെ മൂന്നാമത്തെ മോനായത്. ഇത്രയും ഉണ്ടായതിനു ശേഷമാണ് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ മൂന്നാമത്തെ മകനാണ് എനിക്ക്. അതെ, ആൺപിള്ളേരുള്ള അമ്മമാര് പറയുന്നത് പെൺമക്കളില്ലെന്നുള്ള പരിതാപം. അതെ, ആൺപിള്ളേരുള്ള അമ്മമാര് പറയും പെൺമക്കളില്ലാത്ത, പെൺമക്കളുള്ള അമ്മമാര് പറയും ആൺകുട്ടികളില്ലാത്തതിൻ്റെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ കണ്ടുവന്നതിലേ ആൺപിള്ളേര് ഇപ്പൊ 2 ആൺപിള്ളേരുള്ളിടത്ത് എനിക്ക് അങ്ങനെ അറിയത്തില്ല. പക്ഷെ മിക്കയിടത്തും 2 പെൺപിള്ളേരാണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിന്റെ ഫ്രണ്ടിലാണ് വന്നാൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകാം കേട്ടോ. ഈ വഴി ഇങ്ങോട്ട് പോയാൽ നമുക്ക് വീട്ടിൽ പോവാം. പക്ഷെ ഞാൻ അതുവഴി വരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള് കാണണം തിരിച്ച്. ഈ എന്താ പറഞ്ഞ പെൺകുട്ടികളുള്ള അമ്മമാർക്കൊരു ഇത് ഞാൻ പറയട്ടെ. അതിലൊരെണ്ണം ആണിന്റെ സ്വഭാവമായിരിക്കും. ശരിക്കും തന്റെടോ ഒരു വീട്ടിലെ ആൺകുട്ടി എന്തൊക്കെ ചെയ്യണം, അല്ല എല്ലാ വീടുകളിലും ഞാൻ കണ്ടുവന്നിട്ടില്ല. അവന് എന്തൊക്കെ ചെയ്യണം അതെല്ലാം ആ പെൺകുട്ടി ചെയ്തിരിക്കും. കുടുംബം നോക്കുന്ന പെൺപിള്ളേരുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല സ്ഥലമല്ലേ. ഇതിലും ഇതായിരുന്നു കേട്ടോ ഇവിടെ റോഡേ. വലിയ പോകാൻ പറ്റും. ഞാൻ ക്യാമറ ഫുള്ള് ഷേക്ക്. അത് കട്ട് ചെയ്യും ഞാൻ. അതിനുശേഷം വീട്ടിൽ വന്നു. രാവിലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒതുക്കിയിട്ടായിരുന്നു പോയത്. വേറൊന്നുമല്ല, ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറികളൊന്നും ആക്കിയിട്ടില്ലായിരുന്നു. അപ്പം കറിയാക്കാനായിട്ട് പക്ഷേ വെയിലത്തുനിന്ന് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടല്ലേ. അപ്പം മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. മെഴുക്കുവരട്ടിക്ക് എണ്ണ ഒഴിച്ചു. വേറെ കിഴങ്ങും ഇച്ചിരി ഒരു ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു ചെറുത്, അതും കൂടി വെച്ചിട്ട് മെഴുക്കുവരട്ടി വെക്കാൻ. അത് ഞാനെല്ലാം പുരട്ടി വെച്ചിട്ടാണ് പോയത്. കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചേക്കുമ്പോൾ നമുക്കെല്ലാം പൊടിയെല്ലാം പിടിക്കുമല്ലോ അതിന്. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കറി, വെറൈറ്റി കറിയാണ് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള കറി. ഇത് പണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനാദ്യമായിട്ട് ചെമ്പരത്തി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട്, റോഡ് സൈഡിലൊക്കെ വയ്ക്കുന്നില്ല, പൊടിയൊക്കെ കാണും, കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ ആ ഞെട്ട് എടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്നുള്ള പൂവിൻ്റെ ഇത് വരും. എന്നിട്ട് അത് ഇത്രയും കൂടെ കുറച്ചേ ഉള്ളൂ കേട്ടോ, സ്വല്പം. അത് എന്നിട്ട് ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തു. പണ്ട് നമ്മൾ പണ്ടൊക്കെ എല്ലാവരും കളിക്കത്തില്ലായിരുന്നു ഈ കൂട്ടാൻ വെച്ച്, നമ്മൾ അരി ചോറും കറിയൊക്കെ വെച്ച് കളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെമ്പരത്തിപ്പൂവും ഈ പറയുന്ന അവിടെ കാണുന്ന ഇലകളൊക്കെ വെച്ച് അരിയുമായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്കപ്പോൾ തോന്നി. അന്നൊക്കെ നമുക്ക് ആ ഒരു ഇതില്ലല്ലോ, ഇത് വെച്ച് കറി ഉണ്ടാക്കാം ഒറിജിനലായിട്ടെന്നുള്ളൊരു ബോധമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ അരിഞ്ഞ് കറി ചുമ്മാ അതിങ്ങനെ കാണിക്കുമായിരുന്നു. അതേപോലെ ഓർമ്മയൊക്കെ വന്നു. അപ്പം നൊസ്റ്റു അടിച്ചിടയ്ക്ക്. അപ്പോൾ അരിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പുളിയില്ലേ, പുളി ഒരു ചെറിയൊരു ബോൾ നെല്ലിക്കയുടെ അത്രയും ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഇതങ്ങ് അലിയുമല്ലോ, വെള്ളമായിട്ട് ഡൈല്യൂട്ടാവുമല്ലോ. അങ്ങനെ വെച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉള്ളിപ്പുളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആണ്. പിന്നെ ഇത് വേറെ ചെമ്പരത്തിയാണെന്ന് വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞൊരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ രാജ്ഞിയെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു, നമ്മുടെ ചെമ്പരത്തി. അപ്പോൾ എന്താ സംബന്ധിച്ച് വെള്ളമയം ഉണ്ടായിരുന്നല്ലോ, തീർച്ചു. അങ്ങനെ അത് വഴറ്റി കുറച്ച് നേരം, സ്വല്പം ഒരു 2 മിനിറ്റ് വേണ്ട, ഇത് കുറച്ചേ ഉള്ളതുകൊണ്ട് അത്രയും വേണ്ട. കരിഞ്ഞു പോരുത്, ഒന്ന് വഴറ്റി കിട്ടണം. അതിൻ്റെ ഒരു
ചുവ മാറണമല്ലോ. അങ്ങനെ വഴറ്റി അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്ക് അടുത്ത കുറച്ച് പൊടിവർഗ്ഗങ്ങളൊക്കെ ഇടണം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ പുറത്തുനിന്ന് വന്നതാണ്, ഞാൻ അളവിനൊന്നും എടുത്തില്ല, എൻ്റെ ഒരു കണക്കൂട്ടലിലിട്ടു. മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം സ്വല്പം മുളക് പൊടി ഇടണം. മുളക് പൊടി ഇട്ടു. അതും എൻ്റെ ഒരു കണക്ക് പ്രകാരം ഞാൻ ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും മിക്സ് ചെയ്തു. കടുവറ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പുറത്ത് കടുവറക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ മെഴുക്ക് പുരട്ടി ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കും കേട്ടോ. അത് എല്ലാം റെഡിയായി. അവസാനം ഇത് കണ്ടോ, ആ പുളിവെള്ളം ഒഴിച്ചായിരുന്നു ഞാൻ. അത് സ്വാഭാവികമായിട്ട് ഒഴിക്കുമ്പോൾ അറിയാമല്ലോ, പുളിയെടുക്കും. ഒഴിച്ച് ഇങ്ങനൊരു പരുവത്തിൽ നമുക്ക് കിട്ടും. അതിനുശേഷം തുണി നനയ്ക്കാനിട്ടിട്ടായിരുന്നു പോയിരുന്നത്. തുണി ഡ്രയറിനകത്തിട്ടെല്ലാം നനഞ്ഞ് കിട്ടി. അത് വിരിച്ചു. അപ്പോൾ വെയിലായതുകൊണ്ടൊരു കുറച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടും. പക്ഷെ അപ്പോഴൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് എടുക്കുന്നത്. കാരണം ഒരു വട്ടം മേളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് എടുക്കാനായിട്ട് മാത്രമേ കയറത്തുള്ളൂ. അല്ല 4-5 വട്ടം കയറാനുള്ള വയ്യ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ അത് കഴിഞ്ഞ് ചോറുണ്ണാൻ വിശപ്പായി. ചോറെടുത്തു. കറികൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. നമ്മളുണ്ടാക്കിയ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പിന്നീട് പോക്കിലാണ് ഞാൻ എടുത്തത്, വീഴാൻ താമസമായിരുന്നു. പിന്നീട് നമ്മുടെ മെയിൻ കറി, ചെമ്പരത്തിയുടെ കറി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ, ഒരു മധുരം ഒരു ഇത് വരും. പിന്നീട് നമ്മുടെ ചമ്മന്തി, വെള്ളച്ചമ്മന്തി എന്ന് അയച്ചു കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാർ. ഇത്രയൊക്കെ കൂട്ടി ഞങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ടാറ്റാ.